പ്രിയപ്പെട്ട കേരളത്തിലെ +1 വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ട് 3 ഒരു വിഷയമായി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് നമ്മുടെ അതായത് കൊമേഴ്സ് ഗ്രൂപ്പിലാണെങ്കിലും ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലാണെങ്കിലും പാർട്ട് 3 4ാമത്തെ വിഷയമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ എന്ത് തന്നെയായാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായിട്ടുള്ള കോമ്പിനേഷൻ തിരഞ്ഞെടുത്തത് നിങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഭാവിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇത് എപ്പോഴും നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗത്തിനുണ്ടാവും. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഭാവിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന തൊഴിൽ മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രൂപ്പ് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് പരിചയപ്പെടേണ്ടതാണ് അല്ലേ? എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. ഹരികൃഷ്ണൻ. ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനോട് ചോദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ചില തെറ്റുകളും കുറവുകളൊക്കെ ക്ലാസ്സിലുണ്ടാകും. കാരണം ഇത് ഓൺ ദി സ്പോട്ട് എടുക്കുന്ന ക്ലാസ്സാണ്. അതായത് നമുക്ക് കൂടുതൽ സമയം കിട്ടിയില്ല. ആകെ കൂടി വളരെ വൈകിയാണ് നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങാൻ പറ്റിയത്. അഡ്മിഷൻ കംപ്ലീറ്റഡ് തന്നെ ഇതുവരെയും ആയിട്ടില്ല. ഇപ്പോൾ സപ്ലിമെൻ്ററി അഡ്മിഷനൊക്കെ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് തന്നെയാലും നമ്മൾക്ക് ഓൺലൈൻ ക്ലാസ് ഇതോടുകൂടി ആരംഭിക്കാം. മറ്റു പലരും തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെ ക്ലാസ്സും നിങ്ങൾ അതിശ്രദ്ധയോടുകൂടി അറ്റൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിക്ടേഴ്സ് ചാനലിൽ നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ പല അധ്യാപകരും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും. എന്ത് തന്നെയായാലും ആ ക്ലാസ്സൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് അധ്യാപകരുണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിൽ അവർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അധ്യാപകർ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടി എൻ്റെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹാർദവമായി ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്കോപ്പും വളർച്ചയും ഡെവലപ്മെൻറ്റുമാണ്. എന്തൊക്കെ സ്കോപ്പാണ് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത്, അതേപോലെ എന്തൊക്കെ വളർച്ചയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മുഖാന്തരം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾക്ക് ആദ്യം പഠിക്കാനുള്ളത്. അതായത് നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഫോംസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഡിസിഷൻ മേക്കിംഗ്. പല പ്രവർത്തനങ്ങൾക്കും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഓരോ പ്രവർത്തനത്തിനും മനുഷ്യൻ തീരുമാനം എടുക്കേണ്ടതുണ്ട്. എവറി ഡേ വി മേക്ക് ഡിസിഷൻസ് ദാറ്റ് മേ ബി പേഴ്സണൽ, ബിസിനസ് റിലേറ്റഡ് ഓഫ് സം അതർ കൈൻഡ്. അതായത് വ്യക്തിപരമായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള പല തീരുമാനങ്ങളും നമ്മൾ എടുക്കേണ്ടതുണ്ട്. യൂഷ്വലി ദീസ് ഡിസിഷൻസ് ആർ മെയ്ഡ് അണ്ടർ കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി. അതായത് സെർട്ടനിറ്റി പറഞ്ഞാൽ നമുക്ക് സെർട്ടനായിട്ട് അറിയുന്നതാണ്. അതായത് ഇന്നത് സംഭവിക്കുമെന്ന് നേരത്തെ പറയാൻ പറ്റുന്ന സെർട്ടൻലി എന്ന് പറയുന്നില്ലേ, തീർച്ചയായും. പക്ഷേ അൺസർട്ടനിറ്റി പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തത്. അപ്പം കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടി വരുന്നത്. നേരത്തെ ഡിസിഷൻ പറയേണ്ടി വരുന്നത് അത് ഇങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് ഇന്ന രീതിയിലുള്ളതായിരിക്കും എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് അൺസർട്ടനിറ്റി മുഖാന്തരമാണ്, അതായത് അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ടാണ്. Many times, the situations or problems we face in the real world have no precise or definite solutions. Statistical methods help us to make scientific and intelligent decisions in such situations. ഇതൊക്കെ ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഒരു ഇൻട്രഡക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലക്കാണ് ഞാനിത് ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പറയുന്നതാണ്. In recent years, the growth of statistics has made itself felt in almost every phase of human activity. Statistics no longer consist merely of collection of data and their presentation in charts and tables. It is now considered the science of inferences on observed data and the entire problem of making decision in the face of uncertainty. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇതുവരെ വിചാരിച്ചത് വെറും ടേബിൾസും ചാപ്റ്ററും മാത്രമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി എല്ലാവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ വെറും ടേബിൾ ഉണ്ടാക്കലും ചാർട്ട് ഉണ്ടാക്കലും ഒന്നല്ല. അതായത് അൺസർട്ടനിറ്റിയെ പറ്റിയിട്ടുള്ള പല ഡിസിഷൻസ് ഉണ്ടാക്കലും ആണ് അതിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ജോലി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് പലതരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു, ചാർട്ട് രൂപത്തിലും ടേബിൾസ് രൂപത്തിലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിൽ പല ഡിസിഷൻസും അല്ലെങ്കിൽ പല ഇൻഫറൻസസും എടുക്കുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ്സ് ഓഫ് സ്റ്റഡി, സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് 2 ആസ്പെക്ട്സ്. അതായത് എല്ലാ മറ്റുള്ള പഠനങ്ങളെപ്പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനും 2 ഭാഗങ്ങളുണ്ട്. തിയറിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ്. തിയറിറ്റിക്കൽ ഭാഗം, തിയറി ആയിട്ടുള്ള ഭാഗവും, ആൻഡ് അപ്ലൈഡ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലും ആയിട്ടുള്ള ഭാഗം. തിയറിറ്റിക്കൽ ഓർ മാത്തമെറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ഡെവലപ്മെൻറ്റ്, ഡെറിവേഷൻസ് ആൻഡ് പ്രൂഫ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറംസ്, ഫോർമുലൈ, റൂൾസ് ആൻഡ് ലോസ്. അപ്പോൾ തിയറിറ്റിക്കൽ സൈഡിൽ എന്തൊക്കെയാണെന്നുള്ളത്, തിയറിറ്റിക്കൽ സൈഡ് പറഞ്ഞാൽ മാത്തമെറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് അതിൽ ഡെറിവേഷൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറത്തിൻ്റെ പ്രൂഫ് ഉണ്ടാവും, അതേപോലെ ഫോർമുലൈസ് ഉണ്ടാവും, റൂൾസ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിലോ, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻവോൾവ്സ് ദ അപ്ലിക്കേഷൻ ഓഫ് ദോസ് തിയറംസ്, ഫോർമുല, റൂൾസ് ആൻഡ് ലോസ് ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. അപ്പോൾ റിയൽ വേൾഡ് പ്രോബ്ലംസിൽ ഉണ്ടാകുന്ന ചില അപ്ലിക്കേഷൻസിൽ, അതായത് തിയറംസിൻ്റെത്, ഫോർമുലേസിൻ്റെ, റൂൾസ് ആൻഡ് ലോസിൻ്റെ എല്ലാം സൊല്യൂഷൻസാണ് ഉണ്ടാകുന്നത്. റിയൽ വേൾഡ് ലൈഫിൽ ഉണ്ടാകുന്ന ചില സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചില തിയറംസിൻ്റെയും ഫോർമുലേസിൻ്റെയും റൂൾസിൻ്റെയും അതേപോലെ ലോസിൻ്റെ എല്ലാം സൊല്യൂഷനായിരിക്കും ഉണ്ടാകുന്നത്. ബ്രോഡ്ലി സ്പീക്കിംഗ്, അതായത് നമ്മൾ ഒരു ബ്രോഡ്ലി ആയിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഏരിയാസ്. അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിനെ 2ആയി തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഭാഗം, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം. ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ടതോ പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കേണ്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണിത്. Descriptive statistics consist of methods for analysis of data, and the area that deals with decision-making procedure is referred to as inferential statistics. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത്? മെത്തേഡ്സ് ഫോർ അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഏരിയ ദാറ്റ് ഡീൽസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അതിനെ പറയുന്നുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹിസ്റ്ററി നോക്കാം. ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്ക് തന്നെ ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്? ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ് പറയപ്പെടുന്നത്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റസിൽ നിന്നോ അല്ലെങ്കിൽ ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ എന്ന വാക്കിൽ നിന്നോ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ് ഈസ്, അതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണ്? പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർ ഗവൺമെൻറ്. ഷേക്സ്പിയർ യൂസ്ഡ് എ വേർഡ് സ്റ്റാറ്റിസ്റ്റ്
ഇൻ ഹിസ് പ്ലേ ഹാംലെറ്റ്. അപ്പോൾ ഹാംലെറ്റ് 1602 ഷേക്സ്പിയർ എഴുതിയ നാടകത്തിൽ സ്റ്റാറ്റിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇൻ ദ പാസ്റ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് യൂസ്ഡ് ബൈ റൂളേഴ്സ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. അപ്പോൾ റൂളേഴ്സ്, അതായത് ഭരണാധികാരികൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. Even though application of statistics was very limited, the rulers and kings needed information about the lands, agriculture, commerce, population of their land. അതായത് അവരുടെ അഗ്രികൾച്ചർ ലാൻഡ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷനെ പറ്റിയിട്ട് ഭരണാധികാരികൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഏതിലൂടെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണെന്ന് പണ്ട് മുതലേ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചതിനുള്ള ഒരു തെളിവാണ് ഇത്. അതായത് അവർക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷന്, അവരുടെ ലാൻഡിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, അതേപോലെ അവരുടെ കൊമേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ്. ഇവിടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഫോട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് റൊണാൾഡ് ആർതർ ഫിഷർ എന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അയാളെയാണ് ആർ എ ഫിഷർ എന്ന് പറയപ്പെടുന്നത്. ആർ എ ഫിഷർ എന്ന സയൻറ്റിസ്റ്റാണ് ഇത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിനെ പല സയൻറ്റിസ്റ്റുകളും പല തരത്തിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാനും ഡെഫിനിഷൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. അതായത് ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ എന്നു പേരുള്ള ശാസ്ത്രജ്ഞൻ ഇത് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ക്രോക്സ്റ്റൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, കൗഡൻ എന്ന് പറയുന്നത് വേറൊരു ശാസ്ത്രജ്ഞൻ. അവർ രണ്ടുപേരും ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ഡെഫിനിഷൻ തന്നിട്ട്, ഹൂ ഡിഫൈൻ ദിസ്, ഇതുപോലെ ഡിഫൈൻ ചെയ്തത് ആരെന്ന് ചോദിക്കാറുണ്ട്. അടുത്ത രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ മെഷർമെൻറ്റ്, enumerations or estimates of natural or social phenomena systematically arranged to exhibit their inner relation. അത് കോർണർ എന്നു പേരുള്ള കോർണർ എന്നു പേരുള്ള സയൻറ്റിസ്റ്റാണ് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സിനെ. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ മെഷർമെൻറ്റ്, enumerations or estimates of natural or social phenomena systematically arranged to exhibit their inner relation. ഇനി മൂന്നാമത്തെ ഡെഫിനിഷൻ, അത് ആർ എ ഫിഷർ. ആർ എ ഫിഷർ എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അയാൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ദ സയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഇസെൻഷ്യലി എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ മാത്തമാറ്റിക്സ് അപ്ലൈഡ് ടു ഒബ്സർവേഷൻ ഡാറ്റ. അപ്പോൾ ആർ എ ഫിഷർ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ദ സയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് essentially a branch of applied mathematics and can be regarded as a mathematics applied to observation data. അടുത്ത ഒരു ഡെഫിനിഷൻ, അത് ഡിഫൈൻ ചെയ്തത് ഹൊറേസ് സെക്രിസ്റ്റ് എന്നാണ് ആ സയൻറ്റിസ്റ്റിൻ്റെ പേര്. ഇതൊക്കെ ഫോറിനിലെ സയൻറ്റിസ്റ്റാണ്. നമുക്ക് പേര് വായിക്കാൻ തന്നെ വലിയ പ്രയാസമായിരിക്കും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കാം ഇന്ന ഡെഫിനിഷനൊക്കെ ഇന്ന ആളാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. നാലാമത്തെ ഡെഫിനിഷൻ ഹൊറേസ് സെക്രിസ്റ്റാണ്. അദ്ദേഹം ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് എഫക്റ്റഡ് ടു മാർക്ക്ഡ് എക്സ്റ്റെൻറ്റ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്, ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. ഒന്നുകൂടി പറയാം. നാലാമത്തെ ഡെഫിനിഷൻ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് എഫക്റ്റഡ് ടു മാർക്ക്ഡ് എക്സ്റ്റെൻറ്റ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്, ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. ഇതാണ് ഹൊറേസ് സെക്രിസ്റ്റ് എന്നു പേരുള്ള സയൻറ്റിസ്റ്റ് ഡിഫൈൻ ചെയ്തത്. ആ രീതിയിലാണ്. ദിസ് ഡെഫിനിഷൻ പോയിൻറ്റ്സ് ഔട്ട് സം ഇസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ, അപ്പോൾ ഈ ഡെഫിനിഷൻ വളരെ ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നു. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ, ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദ അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫാക്ട്സ്, പലതരം വസ്തുതകളുടെ
അഗ്രിഗേറ്റ്സ് ആണ്, അതായത് തുകയാണ്, ആകെ തുകയാണ്, അല്ലെങ്കിൽ കൂട്ടമാണ്. ഇറ്റ് മീൻസ് എ സിംഗിൾ ഫിഗർ ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ, നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി ഫോർ എ സിംഗിൾ ഇയർ ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ബട്ട് ദ സെയിം ഫോർ 2 or more ഇയേഴ്സ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നാഷണൽ ഇൻകം, ഒരു വർഷത്തെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് തന്നെ 2-3 വർഷത്തെ പറഞ്ഞാൽ അതെന്തായിരിക്കും, അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. ആ സിംഗിൾ ഫിഗറായിട്ട് ഒരു വർഷത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആവില്ല. പക്ഷേ 2-3 വർഷത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആവും. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഗുണം പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രത്യേകത എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് അതിന് പ്രത്യേകത. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറച്ച് ഫാക്ടേഴ്സ് ബാധിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിനെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഏതാണ്? ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് എ പ്രൊഡക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് സച്ച് എസ് ഇറ്റ്സ് പ്രൈസ്, ക്വാളിറ്റി, കോമ്പറ്റീഷൻ, ദ ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ വിൽപ്പന ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഏതിനൊക്കെയാണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ വിൽപ്പന ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രൈസിനെയും അതിൻ്റെ വിലയെയും അതിൻ്റെ ഗുണത്തെയും അതേപോലെ ഫീൽഡിലുള്ള കോമ്പറ്റീഷൻ, അതായത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള കോമ്പറ്റീഷൻ, മത്സരത്തെയും അതേപോലെ തന്നെ ഇത് വാങ്ങുന്ന ആളുടെ ഇൻകത്തിനെയും കൺസ്യൂമേഴ്സിൻ്റെ ഇൻകത്തിനെയും അത് ബാധിക്കും. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി റീസണബിളി അക്യുറേറ്റ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് വളരെ റീസണബിളായിട്ട്, റീസണബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുനിഷ്ഠമായിട്ട് അല്ലെങ്കിൽ ഒരു റീസണബിൾ എമൗണ്ട് എന്ന് പറയുന്നില്ലേ, അതിന് അർഹിക്കുന്ന ആക്യുറേറ്റാണ്, വളരെ റീസണബിളായിട്ട് ആക്യുറേറ്റ് ആയിരിക്കും. റോങ് ഫിഗേഴ്സ് ഇഫ് അനലൈസ്ഡ് വിൽ ലീഡ് ടു ഇറോണിയസ് കൺക്ലൂഷൻസ്. ഹെൻസ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് കൺക്ലൂഷൻസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ അക്യുറേറ്റ് ഫിഗേഴ്സ്. അതായത് വെറുതെ ഇങ്ങനെ ഡിസിഷൻ പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. അപ്പം നമ്മൾ ഒരു തീരുമാനം പറയുമ്പോൾ അത് ആക്യുറേറ്റ് ഫിഗറായിട്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ തീരുമാനം പറയില്ല. അതൊക്കെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അത് ടെസ്റ്റ് ചെയ്ത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യും സ്റ്റാറ്റിസ്റ്റിക്സിൽ. നാലാമത്തെ പറഞ്ഞത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഇഫ് ഡാറ്റ ആർ കളക്റ്റഡ് ഇൻ എ ഹബ്സാർഡ് മാനർ ദേ വിൽ നോട്ട് ബി റിലയബിൾ ആൻഡ് വിൽ ലീഡ് ടു മിസ്ലീഡിങ് കൺക്ലൂഷൻസ്. ഇറ്റ് ഈസ് കളക്റ്റഡ് വിത്ത് എ പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യുമ്പോൾ ഒരു ശരിക്കുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് കളക്ട് ചെയ്യണം. അഞ്ചാമത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. If one collects data unrelated to each other, then such data will be confusing and will not lead to any logical conclusion. Data should be comparable over time, over space. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, ബന്ധപ്പെട്ട പീരീഡിലായിരിക്കണം, ബന്ധപ്പെട്ട ടൈമിലായിരിക്കണം, ബന്ധപ്പെട്ട സ്ഥലത്തു നിന്നായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഡാറ്റ എന്തായിരിക്കണം? ഉപയോഗപ്രദമായിരിക്കില്ല. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമെന്ന്. ഒന്നാമത്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. അതായത് കോംപ്ലക്സിറ്റിയെ വളരെ സിംപ്ലിഫൈ ചെയ്യുന്നു, സങ്കീർണതേനെ വളരെ സിമ്പിളാക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്സിനെ. The complex mass of data are made simple and understandable with the help of statistical method. സ്റ്റാറ്റിസ്റ്റിക്സിലെ പല മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ കോംപ്ലക്സ് ഡാറ്റേനെ, വളരെ സങ്കീർണമായിട്ടുള്ള ഡാറ്റേനെ നമ്മൾ വളരെ സിമ്പിളാക്കുന്നു. രണ്ടാമത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻസ് ഫാക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോം. അത് നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റേനെ വളരെ കോംപ്രഹെൻസീവായിട്ടും പ്രിസൈസായിട്ടും പ്രസൻറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഡാറ്റ വളരെ പലതരം ചാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അതൊക്കെ പ്രിസൈസായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഡെഫിനിറ്റ് ഫോം എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് കമ്പാരിസൺ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് താരതമ്യം ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്.
Statistics provides a number of suitable methods of comparison between present and past values and hence able to predict future. അപ്പോൾ പ്രസൻറ്റ് വാല്യൂസും പാസ്റ്റ് വാല്യൂസും, അതായത് ഇപ്പോഴത്തെ വിലയും മുമ്പത്തെ വിലയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. നാലാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് എൻലാർജസ് ഹ്യൂമൻ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് മനുഷ്യൻ്റെ നോളജും എക്സ്പീരിയൻസും, അതായത് അറിവും അനുഭവവും വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അഞ്ചാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അതായത് പോളിസി ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ ഫ്യൂച്ചർ ഇവൻറ്റ്സിന് വേണ്ടിയിട്ട് ഫോർകാസ്റ്റിംഗ് നടത്താനും സ്റ്റാറ്റിസ്റ്റിക്സിന് പറ്റുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് പോളിസീസ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻ ബിസിനസ്, ഇക്കണോമിക്സ്, ഫിനാൻസ് ആൻഡ് ഇൻഡസ്ട്രി എക്സെട്ര ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്തത് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലൊന്നാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ indispensable tool in planning them in modern age because of the complexities and uncertainties. Planning is essential for solving the complex problem in various walks of life. അപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്, സ്കോപ്പ് ഓഫ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം പ്രാധാന്യം എവിടെയാണ്, പ്ലാനിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആൻഡ് ടെക്നിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അനലൈസിസ് such as time series analysis, demand analysis are immensely used in solving problems in economics. അപ്പോൾ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്, പ്രൊഡക്ഷൻ എൻജിനീയറിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഇൻസ്പെക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, കൺട്രോൾ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് intimately related to mathematics. Statistical techniques are the outcomes of wide applied application of mathematics. അപ്പോൾ മാത്തമാറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മോഡേൺ സയൻസ്. മോഡേൺ സയൻസിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇൻ മെഡിക്കൽ സയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ഓഫ് ഒബ്സർവ്ഡ് ഫാക്ട്സ് റിലേറ്റിംഗ് ടു കോസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഡിസീസ് ആൻഡ് ദ റിസൾട്ട് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് വേരിയസ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ആർ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. നമുക്കറിയാം ഇപ്പോൾ കൊറോണയെല്ലാം വളരെ ഒരു വലിയൊരു വിപത്തായിട്ടാണ് ലോകത്തുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര അധികം സമയം വൈകിയത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇത് ആദ്യം ഒന്നാം ഘട്ടത്തിൽ ഇത്ര ആൾക്കാരിലത് പരീക്ഷിച്ചു, അപ്പോൾ എത്ര ഗുണം കിട്ടിയെന്ന് നോക്കി. അതേപോലെ രണ്ടാം ഘട്ടത്തിൽ പരീക്ഷിച്ചു, അതിലെത്ര ഗുണം കിട്ടി നോക്കി. അടുത്ത മൂന്നാം ഘട്ടത്തിൽ പരീക്ഷിച്ചു, അപ്പോൾ എത്ര ആൾക്ക് സുഖമായി നോക്കി. അങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ടാണ് ഇവർ ഡിസിഷൻ എടുക്കുന്നത്. ഇത് ഈ മരുന്ന് ഫലവത്താണോ, അല്ലെങ്കിൽ പാർശ്വഫലങ്ങളുണ്ടോ, ഇത് ഭാവിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഒക്കെ തീരുമാനം എടുക്കുന്നത്, അതായത് മെഡിസിൻ ഫീൽഡിൽ തീരുമാനം എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷനിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ഫൗണ്ട് വൈഡർ അപ്ലിക്കേഷൻസ് സച്ച് ആസ് ഡിറ്റർമൈനിങ് ദ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ്, മെഷറിങ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, ഫാക്ടർ ആൻസർ. അതായത് ഒരു പരീക്ഷയുടെ റിലയബിലിറ്റി, ഒരു പരീക്ഷ നല്ല പരീക്ഷയാണോ, അല്ലെങ്കിൽ അതൊരു റിലയബിളാണോ, അത് സത്യസന്ധമാണോ, വസ്തുതാപരമായിട്ടുള്ള പരീക്ഷയാണോ എന്ന് മനസ്സിലാക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടെ +2 കഴിഞ്ഞവരെല്ലാം പല പരീക്ഷകൾ എഴുതുന്നുണ്ട്. നീറ്റ് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ JEE മെയിൻ എഴുതുന്നുണ്ട്, കീം എഴുതുന്നുണ്ട്, അങ്ങനെ പലതരം എൻട്രാൻസുകൾ എഴുതുന്നുണ്ട്. ആ എൻട്രാൻസ് എഴുതുമ്പോൾ പല ദിവസമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ റാങ്കെല്ലാം നിർണ്ണയിക്കുന്നത്? ആ റാങ്കെല്ലാം നിർണ്ണയിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ പലതരം ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടാണ് അവരുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഒരു ദിവസം എത്ര പേർ പരീക്ഷ എഴുതി, അതിൽ എത്ര പേർക്ക് ഇത്ര പിന്നെ ടോപ്പ് എത്ര, അല്ലെങ്കിൽ കുറഞ്ഞ മാർക്ക് എത്ര, അതിൽ എത്ര പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ നോക്കിയിട്ട് ആണ് അവർ റാങ്കൊക്കെ നിർണ്ണയിക്കുന്നത്. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ഏഴാമത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്?
ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫൈനാൻസ്, ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പർച്ചേസ് ആൻഡ് അക്കൗണ്ടിങ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാത്ത ഒരു ഫീൽഡും തന്നെ ഇല്ല. ഇപ്പോൾ വലിയ വലിയ ഫ്ലിപ്കാർട്ട്, ആമസോണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും, പല ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് അവർ ഏത് സാധനം വിറ്റാലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഏത് സാധനങ്ങളാണ്, എത്ര വില കൊണ്ട് കുറച്ച് കൊടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെയാണ് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിലെ പല മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്. ഈ ഓൺലൈൻ ട്രേഡിങ്ങിൽ അവർ മിക്കവാറും ആൾക്കാർക്കും നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പെർട്ടുമാർ അവരുടെ അടുത്തുണ്ടാവും. അവരെ കൊണ്ട് പല അനലൈസും ചെയ്യിച്ചിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഒന്നാമത്തത്, ദർ ആർ സർട്ടൻ ഫിനോമിന ഓർ കൺസെപ്റ്റ് വേർ സ്റ്റാറ്റിസ്റ്റിക്സ് കനോട്ട് ബി യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടി, ഇൻ്റലിജൻസ് ആൻഡ് കറേജ്. അപ്പോൾ ബ്യൂട്ടി, ഇൻ്റലിജൻസ്, കറേജ് അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അതെല്ലാം ക്വാളിറ്റി പരമായിട്ടുള്ളതാണ്, ക്വാണ്ടിറ്റി പരമായിട്ടല്ല. രണ്ടാമത്തത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് റിവീൽസ് ദ ആവറേജ് ബിഹേവിയർ, ദ നോർമൽ ഓർ ദ ജനറൽ ട്രെൻഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ ഐറ്റംസ് ബട്ട് ഡീൽസ് വിത്ത് അഗ്രിഗേറ്റ്. ഫോർ എക്സാമ്പിൾ, വൺ മേ ബി മിസ്ഗൈഡഡ് വെൻ ടോൾഡ് ദാറ്റ് ആവറേജ് ഡെപ്ത് ഓഫ് എ റിവർ ഫ്രം വൺ ബാങ്ക് ടു അതർ ഈസ് 4 feet. There may be some points in between where its depth is more far than 4 feet. അതായത് ഒരു നദി ഉണ്ട് വിചാരിക്കുക. അതിൻ്റെ നദിയുടെ ആവറേജ് ഡെപ്ത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ശരാശരി ആഴം നോക്കുമ്പോൾ പല സ്ഥലത്തായിട്ട് അളന്നു വിചാരിച്ചോളൂ. എന്നിട്ട് ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ആ പല സ്ഥലത്തായിട്ട് അളന്ന ആഴത്തിനെ കൂട്ടിയിട്ട് എത്ര ആഴമാണോ നമ്മൾ എടുത്ത് അതിൻ്റെ എണ്ണം കൊണ്ടായിരിക്കും അങ്ങനെ ആവറേജ്. ഉദാഹരണത്തിന് അവിടെ ചില സ്ഥലത്ത് അതിൻ്റെ തീരത്തിനോട് അടുത്ത് വളരെ ആഴം കുറവായിരിക്കും, മധ്യത്തിൽ ആഴം കൂടുതലായിരിക്കും. അങ്ങനെയെല്ലാം കൂട്ടിയിട്ട് വരുമ്പോൾ ആവറേജ് എന്തായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12, 18 അങ്ങനെ ഒരുപാടുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് വരുമ്പോൾ ഒരു ആവറേജ് എന്ന് പറയുന്നത് ഒരു 8 ഉണ്ട് വിചാരിക്കും, അല്ലെങ്കിൽ 9 കിട്ടിയെന്ന് വിചാരിച്ചു. 9 ഫീറ്റേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അത് ഇറങ്ങിയിട്ട് പോവാം, നമ്മൾ മുങ്ങിയില്ല. അല്ലെങ്കിൽ ഒരു 5 ഫീറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ആവറേജ് 5 ഫീറ്റാണ് കിട്ടിയത്. അപ്പോൾ 5 ഫീറ്റ് ആയതുകൊണ്ട് ഞാൻ എവിടെയും മുങ്ങിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ധൈര്യത്തിലാണ് നദി കടക്കാൻ പറ്റുമോ? അത് ആവറേജാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് കണ്ട ആവറേജാണ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൂട്ടിയിട്ട് ഹരിച്ചതാണ്. സെൻട്രൽ വരുന്നത് ഏതെന്നാണ് നോക്കുന്നത്, അതിൻ്റെ സെൻട്രൽ ആ സംഖ്യകളെല്ലാം അങ്ങനെ ഓർഡറിൽ എഴുതിയിട്ടാകുമ്പോൾ അതിൻ്റെ സെൻറ്റർ എവിടെ വരുന്നു നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതല്ലേ ഒരു ലിമിറ്റേഷനാണ്. അതിപ്പോൾ ഒരു ആക്സിഡൻറ്റിൻ്റെ കേസ് നമ്മൾ എടുത്താലും ശരിയാണ്. നമ്മൾക്കിപ്പോൾ ഏറ്റവും കുറവ് ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണല്ലോ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള. പിന്നെ നമുക്ക് വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡ് നടന്നിട്ട് എത്ര ആൾക്കാർക്ക് ആക്സിഡൻറ്റ് ഉണ്ടെന്ന് കണക്കെടുക്കുന്നത് വിചാരിച്ചോളാം. അതേപോലെ റൈറ്റ് സൈഡിൽ, റോഡിൻ്റെ റൈറ്റ് സൈഡിൽ നടന്നവർക്ക് എത്ര പേർക്ക് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന് നോക്കാം. അതേപോലെ റോഡിൻ്റെ നടുവിലൂടെ നടന്നിട്ട് എത്ര പേർക്ക് ആക്സിഡൻറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴേക്ക് നമ്മൾക്ക് ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് റോഡിൻ്റെ നടുവിലൂടെ നടന്നിട്ട് ആക്സിഡൻ്റ് ആയവർ വളരെ കുറവാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ റോഡിൻ്റെ നടുവിലൂടെ നടക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതായത് നടുവിലൂടെ കൂടുതൽ ആൾക്കാരൊന്നും നടക്കുന്നില്ല, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേ നടക്കുന്നുള്ളൂ. അപ്പോൾ നടുവിലേ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആക്സിഡൻ്റ് ആവും, അത് മരിക്കുന്നില്ല 100% ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷനാണ്. അടുത്ത നാലാമത്തെ പറഞ്ഞത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ നോട്ട് 100% പ്രിസൈസ് ഇൻ മാത്തമാറ്റിക്സ്. ദോസ് ഹൂ യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി അവെയർ ഓഫ് ദിസ് ഇൻറ്റിമേഷൻ. അടുത്ത മിസ്യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയൊക്കെയാണ് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ദ വേരിയസ് റീസൺസ് ഓഫ് മിസ്യൂസ് ആർ, അതായത് അതിനുള്ള കാരണം ഒന്ന്, സോഴ്സ് ഓഫ് ഡാറ്റ നോട്ട് ഗിവൺ. അപ്പോൾ ഡാറ്റയ്ക്ക് വേണ്ട സോഴ്സ് തന്നിട്ടില്ലെങ്കിൽ അവിടെ മിസ്യൂസ് ചെയ്യപ്പെടും. അവർ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തു നിന്ന് ഡാറ്റ എടുക്കും. രണ്ടാമത് ഡിഫക്റ്റീവ് ഡാറ്റ എടുത്താലും, അതായത് നമുക്ക് തെറ്റായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഡിഫക്റ്റീവായിട്ടുള്ള ഡാറ്റ എടുത്താലും മിസ്യൂസ് ആയിരിക്കും. അൺറെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ, അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തു നിന്ന്, അതായത് റെപ്രസെൻറ്റ് ചെയ്യാത്ത സ്ഥലത്തു നിന്നാണ് സാമ്പിൾ എടുത്താലും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു മുനിസിപ്പാലിറ്റിയിലത്തെ പിന്നെ സ്മോക്കിംഗ് ചെയ്യുന്നവരുടെ ഡാറ്റ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ഡാറ്റ എടുക്കണം, വേറെ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എടുത്താൽ മതിയോ? അപ്പോൾ അൺറെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ആയിട്ട് മാറിയത് വേറെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെയുള്ളതാവില്ല. ഇൻഎഡ്യൂക്കേറ്റ് സാമ്പിൾ, അപ്പോൾ ആവശ്യത്തിന് സാമ്പിൾ എടുത്തില്ലെങ്കിലും അതൊരു മിസ്യൂസ് ആവപ്പെടും. അപ്പോൾ ഇത്രയാണ്
അതേപോലെ അൺഫെയർ കമ്പാരിസൺസ് നടത്തിയാൽ ആവശ്യമല്ല തെറ്റായിട്ടുള്ള കമ്പാരിസൺ നടത്തിയാലും മിസ്യൂസ് ആവപ്പെടും. അൺവാണ്ടഡ് കൺക്ലൂഷൻ, അനാവശ്യമായിട്ടുള്ള കൺക്ലൂഷൻ ആക്കിയാലും അതൊരു മിസ്യൂസ് ആയിരിക്കും. ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ, അപ്പോൾ അപ്രോപ്രിയേറ്റ് അല്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ, ഓരോന്നിനും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കണം. അത് സ്യൂട്ടബിൾ അല്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ചാൽ നമുക്ക് അതൊരു യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് മാറും. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ കിട്ടുന്ന ഒരു ഡാറ്റ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ ഒന്നും കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ വിനീതനായി അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടും. നമുക്ക് റെഗുലർ ക്ലാസ് എപ്പോൾ നടക്കുമെന്നും ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു. അത് തുടക്കത്തിൽ ഇങ്ങനെ ആയെങ്കിലും ആരും വിഷമിക്കരുത്. എന്തായാലും നമുക്ക് ഭാവിയിൽ റെഗുലറായിട്ടുള്ള ക്ലാസ് കിട്ടുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആശിക്കാം. നമുക്ക് സർവേശ്വരനോട് ഇത് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ഇതൊക്കെ നോർമലായിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ് ആരംഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഒന്നിച്ച് ഞാനുമുണ്ട്. ഓക്കെ, താങ്ക് യു.